ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് വീക്കെൻഡൊക്കെ ആയിട്ട് ഞങ്ങൾ കൊച്ചി ഒബ്രോൺ മോളിലുള്ള സിം ആൻഡ് സാംസ് ഇൻഡോർ പ്ലേ ഏരിയയിൽ വന്നേക്കുവാണ്. കുറേ നാൾക്ക് മുമ്പ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഞാനിതുപോലെ ഒബ്രോണിൽ ഇങ്ങനെ പുതിയ ഇൻഡോർ പാർക്ക് ഏരിയ തുടങ്ങുന്നു എന്നുള്ളൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നേ വിചാരിച്ചതാണ് പോകണം എന്ന്. അപ്പോൾ ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എവിടെ പോകും എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ നേരെ ഒബ്രോൺ മോളിൽ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ വന്നേക്കുവാണ്. അരമണിക്കൂറിന് 399 രൂപയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സോക്സ് വാങ്ങണം. സോക്സിന് ഒരാൾക്ക് 70 രൂപ. അപ്പോൾ പേരൻറ്റ് കൂടെ കയറുന്നുണ്ടെങ്കിൽ പേരൻറ്റിന് 199 രൂപയും കൊടുക്കണം. കുറച്ച് എക്സ്പെൻസീവാണ്. അപ്പോൾ പേരൻറ്റ് കയറുന്നുണ്ടെങ്കിൽ പേരൻറ്റിനും 70 രൂപ കൊടുത്ത് സോക്സ് വാങ്ങിക്കണം. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവായിട്ട് തോന്നി. പക്ഷേ കുറേ കളർഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കയറിയില്ല, റിച്ചുവിനെ മാത്രമാണ് കയറ്റിയത്. നമുക്ക് പുറത്ത് നിന്ന് കാണാൻ പറ്റും ഇവർ ഏതിലൊക്കെയാണ് കയറുന്നതെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ പുറത്ത് നിന്ന് നോക്കുമായിരുന്നു, എവിടെയെങ്കിലും പോയി വീഴുന്നോ എന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ. അവരുടെ സ്റ്റാഫ് ഓൾറെഡി അവിടെ കുട്ടികളെ നോക്കാനുണ്ട്. പക്ഷേ ഒരുപാട് പിള്ളേരുള്ളപ്പോൾ അവർക്ക് എല്ലാവരെയും നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമ്മൾ പുറത്ത് നിന്ന് എവിടെയെങ്കിലും വീഴുന്നുണ്ടോ, അതുപോലെ ഒരുപാട് പിള്ളേരുള്ളതല്ലേ, അപ്പം എങ്ങോട്ടെങ്കിലും കയറി പോകുന്നുണ്ടോ എന്നൊക്കെ ഞാൻ പുറത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കൊച്ചിയിൽ തന്നെ വേറെ 2 ഇൻഡോർ പ്ലേ ഏരിയയിൽ പോയതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് കങ്ങരപ്പടിയിലുള്ള BCB, അവിടെ 3 വയസ്സിന് താഴെ 250, 3 വയസ്സിന് മുകളിൽ 300 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. അവിടെയും കുട്ടിക്ക് സോക്സ് വേണം, പേരൻറ്റിന് സോക്സ് വേണ്ട. പേരൻറ്റിന് ഉള്ളിൽ കയറുന്നതിന് റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് നാളായി. പിന്നെ ഉള്ളത് ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറയിലുള്ള കിഡ്സ് ക്യാപിറ്റലാണ്. അവിടെ ഒരു കുട്ടിക്ക് 400 രൂപ വെച്ചിട്ടാണ്. അവിടെ നമ്മൾ സോക്സ് വേണം, പേരൻറ്റിന് സോക്സ് വേണം. പക്ഷേ പേരൻറ്റിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് വേറെ ഫീസൊന്നും കൊടുക്കണ്ട. അത് 1 അവറിന് 400 രൂപ എന്തോ ആയിരുന്നു. ഇവിടെ പക്ഷേ ഹാഫ് അവറിനാണ് 399 രൂപയും. പേരൻറ്റ് കയറണം എന്നുണ്ടെങ്കിൽ 199 രൂപ എക്സ്ട്രാ കൊടുക്കണം. പിന്നെ പേരൻറ്റിനും കുട്ടിക്കും സോക്സും വേണം. എന്തായാലും റിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാത്തിലും അവൻ കയറുന്നുണ്ടായിരുന്നു, ഓടി നടന്ന് കയറുന്നുണ്ടായിരുന്നു. ഇവിടെ ആ ഒരു വോളിൽ ഇങ്ങനെ ബോൾ പമ്പ് ചെയ്യുന്ന രീതിയിലൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ അവൻ അതിനകത്ത് ബോളൊക്കെ ഇട്ട് കുറേ നേരം അതിനകത്തൊക്കെ കളിച്ചു. അതുപോലെ ഇതിനകത്ത് മാത്രമല്ല, ഫുള്ളായിട്ട് അവൻ ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പുറത്താണെങ്കിലും നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ സീറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇവരുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് അവിടെ എല്ലാം കാണാനൊക്കെ പറ്റും, കളിയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. പിന്നെ അതിനടുത്ത് തന്നെ ഒരു ക്യാമറയുടെ ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഇരിക്കാം. പിന്നെ ഫുഡ് സോണും ഇതിൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ഒബ്രോൺ മോളിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലുള്ള ഫുഡ് സോണും. അപ്പോൾ നമുക്കിവിടെ കളിച്ചെല്ലാം കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി ഫുഡൊക്കെ കഴിക്കാം. ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമൊക്കെ തന്നെയാണ് സിം ആൻഡ് സാംസിൻ്റെ പ്ലേ ഏരിയ. കേരളത്തിൽ കൊച്ചിയിൽ മാത്രമേ ഉള്ളൂ. അത് വേറെ ലൊക്കേഷൻസിൽ കുറേ സ്ഥലത്തൊക്കെ ഉണ്ട്, 4-5 ലൊക്കേഷൻസിലുണ്ട്. ഹൈദരാബാദ് അതുപോലെ കുറേ സ്റ്റേറ്റ്സിലൊക്കെ ഉണ്ട്. ഇവിടെയും ഫ്ലോറൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തേക്കുവാണ്. കുട്ടികൾ വീണാലും മുറിയാതൊക്കെ ഉള്ള രീതിയിൽ അതിനനുസരിച്ചാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ ചെറിയൊരു പാർട്ടി ഹാളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബർത്ത്ഡേ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ബർത്ത്ഡേ പാർട്ടീസൊക്കെ നടത്താൻ പറ്റും. അങ്ങനെ എന്തായാലും മൊത്തത്തിൽ നല്ല അടിപൊളി കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അവൻ കുറേ എൻജോയ് ചെയ്തു. ശരിക്കും പ്രീ പ്ലാൻ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സോക്സും കൊണ്ട് വരുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് വെറുതെ 70 രൂപ കളയണ്ടല്ലോ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഇതുപോലെ വലിഞ്ഞു പിടിച്ച് കയറാനും ചെയറിൻ്റെയും അവിടെ ഇവിടെയൊക്കെ വലിഞ്ഞു പിടിച്ച് കയറാനാണല്ലോ ഇപ്പോഴത്തെ ഒരു ഏജിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവരുടെ ആ ഒരു ആക്ടിവിറ്റി വെച്ചിട്ട് തന്നെയാണ് അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അരമണിക്കൂറിനകത്ത് റിച്ചു എല്ലാത്തിലും കയറാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾ ഒബ്രോൺ മോളിൽ വന്നിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ എടപ്പള്ളി പള്ളിയിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എവിടെ പോകും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും കുറച്ച് അവനെ എൻജോയ് ചെയ്യാൻ പറ്റി. അവൻ അടിച്ചു പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ വേറൊരു ഏരിയ. അവിടെ ഫുട്ബോളൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് അങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ 2 വീഡിയോസിൻ്റെ കിഡ്സ് ക്യാപിറ്റലും BCBയുടെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.